നിങ്ങളിപ്പോൾ കാണുന്നത് എൻ്റെ മാവും കുഞ്ഞ് തോട്ടവും അത് വൃത്തിയാക്കുന്നതൊക്കെ ആണെങ്കിലും നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, അതിന് മുന്നേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം നിങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുണ്ടോ എന്നൊന്ന് നോക്കാവോ? എന്തെങ്കിലും കാര്യം ചെയ്യാൻ പോയിട്ട് അല്ലെങ്കിൽ വേണ്ട അത് നാളെ ചെയ്യാമെന്ന് തോന്നിയിട്ടുണ്ടോ? രാവിലെ എണീക്കുക, അലാറം സെറ്റാക്കി അത് അടിയുന്ന സമയത്ത് അത് ഓഫ് ചെയ്തിട്ട് പിന്നെയും കിടക്കാറുണ്ടോ? മിക്കവാറും സമയങ്ങളിൽ ഫോണും നോക്കി കിടക്കുന്നതാണോ പണി? വെറുതെ ഒരു കാര്യമില്ലാതെ ഓരോന്ന് ആലോചിച്ചോട്ട് ഓവർ തിങ്ക് ചെയ്യാറുണ്ടോ? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. അത് വേറൊന്നുമല്ല, മടിയാട്ടോ. ഇനി ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ മടിയുണ്ടോ? ഒന്ന് ശ്രമിച്ചു നോക്ക്, യൂസ്ഫുൾ ആണെങ്കിലോ. മടി നമുക്ക് രണ്ട് തരത്തിൽ വരാറില്ലേ? ഒരേ കാര്യം തന്നെ ഡെയിലി ചെയ്യുമ്പം എന്തായാലും മടുപ്പ് വരും. ഇപ്പം നമ്മൾ വർക്കിംഗ് വുമൺ ആണെങ്കിൽ അല്ലെങ്കിൽ ഹൗസ് വൈഫ് ആണെങ്കിൽ ഒരേ കാര്യം തന്നെയല്ലേ ചെയ്യുന്നത്. കുട്ടികളാണെങ്കിലും ദിവസവും സ്കൂളിൽ പോവുക, വരിക, പഠിക്കുക, അങ്ങനെ ഒരേ കാര്യങ്ങൾ തന്നെ നമ്മൾ ആവർത്തി ചെയ്യുമ്പോൾ മടുപ്പ് വരും. അതൊന്ന്. വേറൊന്നെന്ന് വെച്ചാൽ നമ്മളിപ്പം നമ്മുടെ ലക്ഷ്യം വലിയൊരു എയിമാണെങ്കിൽ അവിടെ എത്തിപ്പെടാനുള്ള ഒരു പ്രയാസം ഉണ്ടെങ്കിൽ അവിടെയും നമുക്ക് മടി വരും. അതായത് ആ ലക്ഷ്യത്തിലെത്താൻ ഒരുപാട് സ്റ്റെപ്പ് അല്ലെങ്കിൽ ഒരുപാട് ഘട്ടങ്ങൾ നമുക്ക് കടക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു ഘട്ടത്തിലെത്താൻ അത്ര ബുദ്ധിമുട്ടുണ്ടല്ലോ എന്നുള്ള ചിന്ത കൊണ്ട് നമുക്ക് അവിടെയും മടി വരാം. അപ്പോൾ രണ്ടാമത്തെ കാര്യത്തിലാണെങ്കിൽ നമ്മളിങ്ങനെ ആലോചിച്ച് നിൽക്കാതെ പെട്ടെന്ന് തന്നെ അങ്ങ് തുടങ്ങുക. ഒരു ഉദാഹരണം പറയാം. നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും, അതായത് ഡിഗ്രി ഗ്രാജുവേറ്റ് ഒക്കെ കഴിഞ്ഞ് ജോലിക്ക് ട്രൈ ചെയ്യുന്ന സമയത്തായിരിക്കും ഒരു 24 വയസ്സൊക്കെ ആകുമ്പോൾ പെൺപിള്ളേരെ കെട്ടിച്ചു വിടുക. പക്ഷേ ജോലിയൊന്നും ആയിട്ടില്ല. അങ്ങനെയുള്ള കുട്ടികൾ ഫാമിലി ലൈഫിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവിടെ ഒരുപാട് കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. അതിനിടയിൽ കുഞ്ഞും ജനിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഉണ്ട്. അപ്പം അവരുടെ ആഗ്രഹത്തിൽ അല്ലെങ്കിൽ അവരുടെ ആഗ്രഹം ഒരു ജോലി നേടുക എന്നാണെങ്കിലും ജീവിതത്തിലെ സിറ്റുവേഷൻ കാരണം അവർ ചിലപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ വരും. പിന്നെ ഒരു 5-6 വർഷം കഴിഞ്ഞിട്ടായിരിക്കും എനിക്ക് ജോലിക്ക് പോകണം എന്ന ചിന്ത വരിക. അങ്ങനെയുള്ള സമയത്ത് ഇതൊക്കെ ഈ കാര്യങ്ങൾ, അതായത് വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ ഒതുക്കി ഞാൻ മുന്നേക്ക് ഇറങ്ങും എന്നുള്ള ചിന്ത കാരണം അവർ മടി പിടിച്ചിട്ടങ്ങ് ഇരിക്കും. അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ ആ മടി അങ്ങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. പെട്ടെന്ന് തന്നെ അതിനുള്ള സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുക. ഇപ്പോൾ PSCക്ക് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതലൊന്നും ആലോചിക്കാതെ അങ്ങ് തുടങ്ങുക. ഇനിയിപ്പം എവിടെയും ജോലിക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ അധികം അതിനെക്കുറിച്ചിട്ട് ആലോചിച്ച് സമയം കളയാതെ ആ സ്റ്റെപ്പ് മുന്നോട്ടേക്ക് വയ്ക്കുക. പലപ്പോഴും ഒരു തുടക്കം കിട്ടാത്തത് കൊണ്ട് മടിയിലേക്ക് പോകുന്നവരുണ്ട്. അവരോടാണ് പറയുന്നത് പെട്ടെന്ന് തന്നെ അങ്ങ് തുടങ്ങുക. കാരണം മടി മാറ്റിയിട്ട് ഇപ്പോൾ എടുക്കുന്നതിനേക്കാളും ഇരട്ടി എഫേർട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ പറ്റും എന്നുള്ള ആ ഒരു തിരിച്ചറിവിലേക്ക് എത്തുക. അപ്പോൾ കുറച്ച് എഫേർട്ട് ഉണ്ടാകും, എന്നാലും അങ്ങ് തുടങ്ങും മക്കളെ. ഓട്ട മത്സരത്തിന് പങ്കെടുക്കുമ്പോഴുള്ള ഒരു മെൻറ്റാലിറ്റി അറിയില്ലേ? അതായത് അത് സ്റ്റാർട്ടിങ് നല്ല സ്ട്രഗിൾ ഉണ്ടാകും, ആ സമയത്തുള്ള ഒരു മാനസികാവസ്ഥ. പക്ഷേ ഓട്ടം തുടങ്ങിക്കഴിഞ്ഞാലോ വിചാരിച്ചതുപോലെ പെട്ടെന്ന് നിർത്താൻ പറ്റില്ല. ഇനി രണ്ടാമത്തേത്, നമ്മൾ ചെയ്യാനുള്ള വർക്ക് അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ആ ഒരു പാത്ത് ഉണ്ടാവും, ഒരു വേ. അത് ഒറ്റയടിക്ക് ചെയ്യുന്നത് പകരം ഘട്ടം ഘട്ടമായിട്ട് മാറുക. അതായത് നമ്മളിപ്പം ഇങ്ങനെ അടിപിടിച്ചിരിക്കുന്ന സമയമാണെങ്കിൽ ഏതെങ്കിലും ഒരു ടോക്ക് എങ്ങാനും കണ്ടിട്ട് മോട്ടിവേറ്റഡായി അങ്ങ് സ്പാർക്ക് കയറും. അതായത് പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്യണം എന്നുള്ള ആ ഒരു ചിന്ത വന്നിട്ട്, ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ മടി 2 തരം ഉണ്ടെന്ന്. അപ്പോൾ ആദ്യത്തെ മടിയാണെങ്കിൽ നമുക്ക് എന്താണ്, ഒരേ കാര്യം തന്നെ ചെയ്യുമ്പോഴല്ലേ മടി പിടിക്കുക. അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ വീഡിയോ ഒക്കെ കാണുമ്പോൾ എനിക്ക് ഈ ആഴ്ചത്തെ എല്ലാ ജോലികളും കൃത്യമായിട്ട് ഇപ്പം തന്നെ തീർക്കണം എന്ന് വിചാരിച്ചിട്ട് അടിച്ചു വാരലും അലക്കലും പിന്നെ പാത്രം കഴുകലും പിന്നെ വാഷ്റൂം കഴുകലും ബാത്റൂം കഴുകലും എല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് ടയേർഡായിട്ട് ഇരിക്കുന്നതിന് പകരം അതെന്ത് ചെയ്യുക, ഘട്ടം ഘട്ടമാക്കിയിട്ട് ഓരോ സമയത്തും അല്ലെങ്കിൽ ഓരോ ദിവസവും കുറച്ച് കുറച്ചായിട്ട് ജോലികൾ തീർക്കുക. പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ തരത്തിലുള്ള മടിയില്ലേ, അതായത് നമുക്ക് എയിമിലെത്താനുള്ള ബുദ്ധിമുട്ട്. അങ്ങനെയാണെങ്കിലും ഇത് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം. ഒരു മാത്സിൻ്റെ പ്രോബ്ലം നമ്മൾ ഒറ്റയടിക്ക് ചെയ്യുന്നതിന് പകരം ഓരോ ഘട്ടങ്ങളും കഴിഞ്ഞിട്ട് നമ്മൾ അവസാനം ആൻസറിലേക്ക് എത്തില്ലേ, അതുപോലെ ഇപ്പം നമ്മുടെ വലിയൊരു എയിമിലേക്ക് എത്തണമെങ്കിലും ഒറ്റയടിക്ക് ശ്രമിക്കുന്നതിന് പകരം ആ ഒരു ഗോളിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുക. അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഫിനിഷ് ചെയ്യുക. നേരത്തെ മാത്സിൻ്റെ പ്രോബ്ലം പറഞ്ഞതുപോലെ തന്നെ. ഇനിയിപ്പം അതല്ല, നമുക്കിപ്പം നമ്മുടെ വെയിറ്റ് ഒന്ന് കുറക്കണം. അങ്ങനെയാണെങ്കിലും ഒറ്റയടിക്ക് അല്ലെങ്കിൽ 2-3 ദിവസം പട്ടിണി കിടന്നിട്ട് വെയിറ്റ് നമ്മൾ കുറക്കാറില്ലല്ലോ. അതിന് പകരം നമ്മൾ എന്താ ചെയ്യുക, ഇത്ര ദിവസം കൊണ്ട് ഇത്ര kg ഇന്ന രീതിയിൽ കുറയ്ക്കും എന്നുള്ള ഒരു ചെറിയൊരു കാൽക്കുലേഷൻ ഉണ്ടാവും അല്ലേ. അങ്ങനെയാണ് നമ്മൾ കുറച്ച് ഒരു 2-3 മാസമോ അല്ലെങ്കിൽ 5-6 മാസം കൊണ്ട് നമ്മൾ വിചാരിച്ച ആ ഒരു വെയിറ്റിലേക്ക് നമ്മൾ എത്തുക. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും. അതായത് വേറൊന്നും കൂടെ ഞാൻ പറയട്ടെ. ഇപ്പം നമ്മൾ യൂട്യൂബ് ക്രിയേറ്റേഴ്സൊക്കെ ആണെങ്കിൽ ഒറ്റയടിക്ക് ഇപ്പം നമ്മൾ 1K നിന്ന് നമുക്ക് 10Kയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, 10K എന്നുള്ള ഒരു ടാർഗറ്റ് നമ്മൾ വെച്ചിട്ട് മുന്നോട്ടേക്ക് പോവില്ല. നമ്മൾ എങ്ങനെയെങ്കിലും 2Kയിലേക്ക് എത്തണമെന്ന് നമ്മൾ വിചാരിക്കും. അങ്ങനെ പതുക്കെയല്ലേ നമ്മുടെ ആ ഒരു എയിമിലേക്ക് നമ്മൾ എത്തുക. അപ്പോൾ നമ്മുടെ മടി ഓട്ടോമാറ്റിക്കലി കുറഞ്ഞ് ഇല്ലാതാവും. ഈ ഘട്ടം ഘട്ടമായിട്ട് ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്നറിയോ? ഓരോ സ്റ്റേജും നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സക്സസ് ആകുമ്പോൾ
അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാനുള്ള ഒരു ആവേശം നമുക്കങ്ങ് കൂടും. ഇനി അടുത്തത് നമുക്ക് ആവശ്യത്തിന് ഉറക്കം കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അതായത് ആവശ്യത്തിനുള്ള ഉറക്കം എന്ന് പറഞ്ഞാൽ 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ നമ്മുടെ മുന്നിലുണ്ട് ഉറങ്ങാനുള്ള സമയം. പക്ഷേ പലരും രാത്രി ഓവർനൈറ്റ് ഇങ്ങനെ എന്താ പറയുക ഫോൺ നോക്കിയിരുന്നിട്ട് ഉറക്കം കളയുന്ന ശീലമുണ്ട്. അങ്ങനെയാകുമ്പോൾ രാവിലെ നമുക്ക് നേരത്തിന് എഴുന്നേൽക്കാൻ പറ്റില്ല. പിന്നെ എന്താ വൈകി എഴുന്നേറ്റാൽ രാവിലെ കിട്ടുന്ന ഉഷാറ് ഒട്ടും ഉണ്ടാവില്ല. ഭയങ്കര ടയേർഡായിരിക്കും. ആ ദിവസത്തെ മുഴുവൻ അത് നെഗറ്റീവായിട്ട് ബാധിക്കും. അതിലും നല്ലത് രാത്രി നേരത്തെ കിടന്നിട്ട് അതിരാവിലെ അല്ലെങ്കിൽ മിനിമം ഒരു 5 മണിക്കെങ്കിലും എഴുന്നേൽക്കാൻ ശീലിക്കുക. അപ്പം കിട്ടുന്ന ആ ഒരു എനർജി ഇല്ലേ, ആ ഒരു ദിവസം മുഴുവൻ നമുക്ക് ആ ഒരു ഉഷാറോടെ എന്ത് കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ APG പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഉറങ്ങുമ്പോൾ കാണുന്നതല്ല ഉണർന്നിരിക്കുമ്പോൾ കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ ഉറക്കം കെടുത്തുന്നതാണ് യഥാർത്ഥ സ്വപ്നം. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ മുന്നിൽ 2 ചോയ്സാണ്. ഒന്നുകിൽ ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നവുമായിട്ട് നമുക്ക് ആ ഉറക്കം മുന്നോട്ട് കൊണ്ടുപോകാം. അതല്ലെങ്കിൽ ജീവിതത്തിൽ നമ്മൾ കണ്ടുവെച്ചൊരു സ്വപ്നമുണ്ട്, ആ സ്വപ്നത്തിലേക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കുക. പിന്നെ ചിലരുണ്ട് ഷോർട്ട് ടൈം റിസൾട്ടിന് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കുക. അതായത് പെട്ടെന്ന് റിസൾട്ട് വേണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ വിചാരിച്ച സമയത്തിനുള്ളിൽ അല്ലെങ്കിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് സക്സസ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി മടി വരും. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവൃത്തി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കാനുള്ളൊരു ശീലം നമ്മൾ ഉണ്ടാക്കണം. അതായത് ലൈഫിൽ ഉയർച്ചയും താഴ്ചയൊക്കെ ഉണ്ടാവും. ഒരു ചെറുതായിട്ട് ഡൗൺ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മടി പിടിച്ചിരിക്കുന്നതിന് പകരം നമ്മൾ വീണ്ടും വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഇനി മടി മാറ്റാൻ നമുക്ക് വേറൊരു കാര്യം കൂടെ ചെയ്യാം. അതായത് നമ്മുടെ മുന്നിൽ നമുക്ക് ഇപ്പോൾ ചുറ്റുമുള്ള ആൾക്കാരും നമുക്ക് ബന്ധുക്കളും ഒരുപാട് പേരുണ്ടാവും. ഒരുപാട് സക്സസ് ആയവരും അതല്ല ലൈഫ് തോറ്റുപോയവരും ഉണ്ടാവും. അവർക്കെല്ലാം അവരുടേതായിട്ടുള്ള റീസൺ ഉണ്ടാവും. അത് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് കഴിഞ്ഞാൽ, അതായത് വിജയിച്ചവരുടെ സക്സസ്സിനുള്ള റീസൺ എന്താണെന്ന് ചിന്തിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കും അതേപോലെ ആവാനുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടാകും. അതുപോലെ തന്നെ പരാജയപ്പെട്ടവർക്കും അവരും ഒന്ന് നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ടാകും. പക്ഷേ അവർക്ക് എവിടെയാണ് വീഴ്ച പറ്റിയത് എന്ന് അറിയുകയാണെങ്കിൽ നമ്മൾ അതുപോലെ പോകാതിരിക്കാൻ ശ്രദ്ധിക്കും. ഇനി അടുത്തത് നമ്മുടെ ഡ്രീമിലേക്ക് നമ്മളെ പുഷ് ചെയ്യുന്ന ഒരാൾ എന്തായാലും ലൈഫിലുണ്ടാകും. അങ്ങനെയുള്ള ആൾക്കാരോട് നമ്മൾ കൂടുതൽ സമയം എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുക. അതായത് അവരെപ്പോഴും നമുക്ക് മോട്ടിവേഷൻ തന്നുകൊണ്ടേയിരിക്കും. അത് നമുക്ക് നമ്മുടെ എനർജി കൂട്ടാൻ ഭയങ്കര യൂസ്ഫുള്ളാണ്. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്ന കാര്യമാണിത്. കാരണം എനിക്ക് ചേച്ചിയും ചേട്ടനും അനിയത്തിയും ഒക്കെ ഉണ്ട്. എല്ലാവരും ഞങ്ങൾ ഭയങ്കര ബെസ്റ്റീസാണ്. പക്ഷേ അതിലെനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് എൻ്റെ അനിയത്തിയാണ്. കാരണം അവൾക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അവളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്നെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുന്നതും അവൾക്ക് തന്നെയാണ്. ഇപ്പം ഞാനൊരു ചാനൽ തുടങ്ങുന്ന സമയത്തും അല്ലെങ്കിൽ ഞാൻ പുറത്ത് ജോലി ചെയ്യുന്നുണ്ട്, എന്നിട്ടും എനിക്ക് സമയം കണ്ടെത്തിയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് അവളുടെ ആ ഒരു ഞാൻ പല സമയങ്ങളിലും അയ്യോ എനിക്ക് ടയേർഡാകുമ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് മടി പിടിച്ചിരിക്കാറുണ്ട്. അല്ലാതെ ഞാൻ ഏത് സമയത്തും ഇങ്ങനെ പറക്കുന്ന ആളൊന്നും അല്ല. ആ സമയത്ത് അവൾ എൻ്റെ അടുത്ത് പറയും, ചേച്ചി മോണിറ്റൈസേഷൻ ആയില്ലേ, ചേച്ചി അത്രയും എത്തിയില്ലേ, അല്ലെങ്കിൽ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് വന്നില്ലേ, എന്തിനാണ് നിങ്ങൾ മടിക്കുന്നത്, നിങ്ങൾ വീട്ടിൽ എന്തായാലും ചെയ്യുന്ന കാര്യങ്ങളല്ലേ, ഒന്ന് ക്യാമറ വെച്ചിട്ട് അതൊന്നങ്ങ് ഷൂട്ട് ചെയ്താൽ പോരെ, പിന്നെ ഫ്രീ ടൈം ഒന്ന് എഡിറ്റ് ചെയ്താൽ പോരെ, ഇങ്ങനെ അങ്ങ് പറയും. അങ്ങനെ പറയുന്നത് കൊണ്ട് തന്നെ എനിക്കത് ഭയങ്കരമായിട്ട് മടി പിടിച്ചിരിക്കുമ്പോൾ, അല്ലെങ്കിൽ മടി പിടിച്ചിരിക്കേണ്ട ആവശ്യമില്ല, എന്നും ഈ ഒരു സംസാരം എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ബൂസ്റ്റ് കഴിക്കുന്ന അല്ലെങ്കിൽ ഹോർലിക്സ് ഒക്കെ കഴിക്കുന്നത് പോലത്തെ ഫീലാണ്. അതായത് ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഉയർച്ച കാണാൻ ആഗ്രഹിക്കുന്ന ആരാണോ അവരുടെ അടുത്ത് നമ്മളെല്ലാം ഷെയർ ചെയ്യുമ്പോൾ അവരുടെ ആ ഒരു റെസ്പോൺസ് ഇല്ലേ, അത് നമുക്ക് സെൽഫ് മോട്ടിവേറ്റഡ് ആവാനും നമ്മൾ കൂടുതൽ എനർജറ്റിക് ആവാനും അത് ഹെൽപ്ഫുൾ ആവും. ഇനി വേറൊരു തരമുണ്ട്. അതായത് നമ്മളിപ്പം ചിലർ എല്ലാം ഇങ്ങനെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ പെർഫെക്ഷൻ കൂടുന്നതിനനുസരിച്ച് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടണമെന്നില്ല. പലർക്കും നിങ്ങൾക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ലേ. അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും, നിരാശപ്പെടും, മടി പിടിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ, ഈ ഒരു സമയത്തൊക്കെ നമ്മുടെ വെൽവിഷസ് ആരാണോ അവർ നമ്മളെ കറക്റ്റ് ചെയ്യാൻ വരും. അതായത് നമ്മൾ നല്ല പെർഫെക്ഷനിൽ ഒരു കാര്യം ചെയ്യുമ്പോഴും അവർ നമ്മുടെ മിസ്റ്റേക്കുകൾ എവിടെയാണെന്ന് തിരുത്തി തരും. അത് ചെവിക്കൊള്ളാതിരിക്കരുത് കേട്ടോ. അത് എന്താണോ അവർ പറയുന്നത് അത് നമ്മൾ കേട്ടിട്ട് നമ്മളടുത്ത് എന്താണോ എവിടെയാണോ നമുക്ക് പിഴവ് വന്നത് അല്ലെങ്കിൽ എവിടെയാണോ മിസ്റ്റേക്ക് വന്നത് അത് കറക്റ്റ് ചെയ്ത് പോവുക. അങ്ങനെ പോകുമ്പോൾ തന്നെ നമുക്ക് നല്ല റിസൾട്ടിൽ വ്യത്യാസം ഉണ്ടാവും. ഇതും മടി മാറ്റാൻ നമ്മളെ സഹായിക്കും. അടുത്തത് നമ്മുടെ ഓൺലൈനായിട്ട് വർക്ക് ചെയ്യുന്നവരോ അല്ലെങ്കിൽ വർക്ക് ഫ്രം ഹോം ഒക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയുള്ളവർക്ക് പറ്റിയ വേറൊരു കാര്യമാണ്. അതായത് ബെഡുമായിട്ട് നമ്മുടെ ആ ഒരു കണക്ഷൻ മാക്സിമം കുറക്കുക.
ഉറങ്ങാൻ വേണ്ടിയിട്ട് ബെഡിലേക്ക് എത്തുക. അല്ലാതെ ചിലരുണ്ടാകും ലാപ്ടോപ്പ് എടുത്തിട്ട് ബെഡിലിരുന്നിട്ട് വർക്ക് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോഴുള്ള ദോഷം എന്താണെന്നറിയോ? ബെഡ് നമ്മളിങ്ങനെ മാടി വിളിക്കുന്നത് പോലെ തോന്നും. അതായത് നമുക്ക് ഉറങ്ങാനുള്ള ഒരു ടെൻഡൻസി കൂടും. വേറൊരു കാര്യവും കൂടിയുണ്ട്. അതായത് ഫുൾ ടൈം ബെഡിലിരുന്നിട്ട് നമ്മൾ ലാപ്ടോപ്പിൽ ഇരുന്നിട്ട് വർക്ക് ചെയ്താൽ അത് നമുക്ക് അവിടെ തന്നെ അങ്ങ് സെറ്റാകും. അതായത് ഓരോരുത്തർക്കും ഓരോരോ സ്ഥലം ഉണ്ടാവും, ഒരു കംഫർട്ട് സോണ്. അതങ്ങ് ശീലമായി കഴിഞ്ഞാൽ ഉറങ്ങേണ്ട സമയത്ത് പിന്നെ ഉറക്കം വരാത്ത പ്രശ്നം ഉണ്ടാവും. ഇനി അടുത്തത്, നമ്മളിപ്പം മാനിഫെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നില്ലേ, അറിയായിരിക്കുമല്ലോ. നമ്മൾ എന്താണോ നമ്മുടെ എയിം, നമ്മുടെ സക്സസ് എന്താണോ അത് മനസ്സിലിങ്ങനെ ചിന്തിക്കുക. നമ്മൾ ആ രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റിൽ എത്തുന്നത് നമ്മൾ ആലോചിക്കുക, അല്ലെങ്കിൽ ആ ഒരു ഗോൾ നേടിയതായിട്ട് നമ്മൾ സങ്കല്പിക്കുക. അങ്ങനെ സങ്കല്പിക്കുമ്പോൾ നമ്മളിങ്ങനെ ഡെസ്പായിട്ട് ഇരിക്കുന്ന സമയത്താണെങ്കിലും സ്വയം മോട്ടിവേറ്റ് ചെയ്യാൻ നമുക്കത് സാധിക്കും. ഇനി അടുത്തത്, നമ്മുടെ ഫോണിൻ്റെ ഉപയോഗം, മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം മാക്സിമം കുറക്കുക. അത് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ആർക്കും അത് നടക്കില്ലെന്നറിയാം. എന്നാലും അതിൻ്റെ അളവ്, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ അളവൊന്നങ്ങ് കുറയ്ക്കുക. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ കാണുമ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും എടുക്കുക. പക്ഷേ അത് സ്ക്രോൾ ചെയ്ത് യൂട്യൂബിലേക്കും ഫേസ്ബുക്കിലേക്കും ഇൻസ്റ്റാഗ്രാമിലേക്കും അങ്ങനെ അങ്ങ് പോയി നമ്മൾ അറിയാതെ സമയം അങ്ങ് പോകും. അതിനനുസരിച്ചിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു ബ്രെയിൻ ഇങ്ങനെ എനർജറ്റിക്കായി ഇരിക്കുന്ന ആ ഒരു സമയത്താണ് നമ്മളിതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും തോന്നാറില്ലേ, ഈ ഇങ്ങനെ ഫോൺ നോക്കി ഉറക്കം വരുന്നൊരവസ്ഥ, നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ ഡള്ളായി പോകും. അപ്പോൾ അത് നമ്മുടെ ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മുടെ മടിയിലേക്ക് പോകും. ആ എനർജി അങ്ങ് കുറഞ്ഞു വരും. അടുത്തത്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനോട് യോജിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. അതായത് നമുക്കിപ്പോൾ എന്തെങ്കിലും ഈ പറഞ്ഞ മാതിരി എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ട് എല്ലാവരോടും ഇങ്ങനെ പാടി നടന്നാൽ ചിലപ്പോൾ നമ്മളത് വിചാരിച്ചതുപോലെ നമുക്ക് നടന്നെന്ന് വരില്ല. അതിപ്പോൾ വിശ്വാസത്തിൻ്റെ ഭാഗമാണോ അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി വരുന്നത് കൊണ്ടാണോ അതൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്കങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. നേരെ മറിച്ച് ഇങ്ങനെ അധികം ആരുടെ അടുത്തും പറയാതെ എൻ്റെ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് എൻ്റെ ഏറ്റവും അടുത്ത ആൾക്കാർ മാത്രം അറിഞ്ഞുകൊണ്ട് ഞാൻ എഫേർട്ട് എടുത്ത കാര്യങ്ങളൊക്കെ എനിക്ക് സക്സസ് ആയിട്ടുമുണ്ട്. ഇനി അടുത്തത്, ഇതെല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അതായത് നമ്മുടെ വർക്ക് എന്ന് പറയുമ്പം എല്ലാ ദിവസവും ഒരേ കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ആവർത്തന വിരസത ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മുടെ ജോലിയിൽ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും കൊണ്ടുവരിക, ഇന്നോവേറ്റീവായിട്ട് എന്തെങ്കിലും കൊണ്ടുവരിക, പിന്നെ നമ്മുടെ ഹോബീസും കൂടെ അതിൽ ഉൾപ്പെടുത്തുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ മടി കുറഞ്ഞു കിട്ടും. ഇപ്പം വീട്ടമ്മമാരാണെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം എന്തായാലും ഉണ്ടാവുമല്ലോ. എന്നും ചെയ്യുന്ന കാര്യമല്ലാതെ അവരുടേതായിട്ടുള്ള ഇഷ്ടത്തിനുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാകും. അത് മനസ്സിന്നേ പോയിട്ടുണ്ടാകും. അതെല്ലാം ഒന്നങ്ങ് പൊടി മുട്ടിയിട്ട് ആർട്ടാണോ, ക്രാഫ്റ്റാണോ, ഗാർഡനിങ് ആണോ, എന്താണോ ഇഷ്ടമുള്ളത് അതും കൂടെ നമ്മുടെ ഡെയിലിയുള്ള കാര്യത്തിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ ഈ നമ്മുടെ ചെടിയാണെങ്കിൽ ഈ പറഞ്ഞ മാതിരി ചെടി വളരുന്നതും പൂക്കുന്നതും അതൊക്കെ, അല്ലെങ്കിൽ പച്ചക്കറി ആണെങ്കിൽ അത് കായ ഉണ്ടാകുന്നതും അതൊക്കെ നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന കാര്യമാണ്. അപ്പോൾ വീട്ടിലെ എല്ലാ പണിയും കഴിഞ്ഞ് നേരെ അതിൻ്റെ അടുത്ത് ഇറങ്ങാനാണ് നമുക്ക് തോന്നുന്നത്. ഇപ്പോൾ ലാസ്റ്റ് ഒരു കാര്യം കൂടെ, എല്ലാ കാര്യത്തിനും ഒരു അടുക്കും ചിട്ടയും ഉണ്ടാക്കുക. അതിപ്പോൾ നമ്മൾ വീട്ടിലുള്ളതാണെങ്കിലും സ്റ്റഡി ഏരിയ ആണെങ്കിലും അടുക്കളയാണെങ്കിലും എല്ലാം ഒതുക്കി പെറുക്കി അടുക്കും ചിട്ടയും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വൃത്തിക്ക് ചെയ്യുമ്പോൾ തന്നെ പിന്നീട് അടുത്ത ആ ഒരു ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്, അടുത്ത ആ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു ഉഷാറുണ്ടാവും. ഇപ്പം വാരി വലിച്ചിട്ടിരിക്കുന്ന അടുക്കളയിൽ വന്നിട്ട് പണിയെടുക്കാൻ ആർക്കെങ്കിലും തോന്നുമോ? അല്ലെങ്കിൽ അതേപോലെ തന്നെ അവസ്ഥയിൽ, അതായത് നമ്മൾ പഠിച്ചു കഴിയുന്ന കുട്ടികൾ എല്ലാം ഇങ്ങനെ അടുക്കി പെറുക്കി വെക്കാതെ അങ്ങനെ അങ്ങ് ഇട്ടേച്ച് പോയിട്ട് പിറ്റേന്ന് വരുമ്പോൾ ഒരു സുഖം ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും അടുക്കി പെറുക്കി, അല്ലെങ്കിൽ ഓഫീസ് ഏരിയ ആണെങ്കിലും നീറ്റായിട്ട് ഉഷാറുണ്ടാവും, ഒരു പോസിറ്റീവ് എനർജി വരും. അപ്പം ഇന്നത്തെ ഈ ഒരു ടിപ്സ് ആർക്കെങ്കിലും ഏതെങ്കിലും രീതിയിൽ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ കൂടെ ഉണ്ടാവണേ. സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അതും കൂടെ അറിയിക്കാനും വിട്ടുപോലെ. അങ്ങനെ മടി പിടിച്ചിരിക്കുന്ന സമയത്താണ് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ വരുന്നതെങ്കിൽ മടിയൊക്കെ മാറ്റി ഉഷാറായിട്ട് സുന്ദര കുട്ടന്മാരും കുട്ടികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ഒരുമിച്ച് കാണുന്നത് വരേക്കും ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. അതിന് മുന്നേ എൻ്റെ ഈ ഒരു കുഞ്ഞു ഗാർഡൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതും കൂടെ പറയണേ. ലോണിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ അറിയണമെങ്കിൽ എൻ്റെ സ്ക്രീനിൽ കൊടുക്കാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. താങ്ക്